രാവിലെ തന്നെ നമ്മുടെ ഫാമിലിയിൽ എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇവിടെ കുറ്റിയടിയാണ് ഉമ്മാൻ്റെ ബ്രദറിൻ്റെ സ്ഥലത്ത്. അപ്പം എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറ്റിയടിയൊക്കെ നല്ല രീതിയിൽ കഴിഞ്ഞിട്ട് മധുരം കൊണ്ടുവന്ന് 3 കളർ അലുവ ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ 3 കളറും എടുത്ത്. പച്ചയാണെങ്കിൽ ഭയങ്കര എരിവായിരുന്നു കേട്ടോ. പച്ചമുളകിൻ്റെ അലുവയായിരുന്നു അത്. പിന്നെ അതേ പൊറോട്ടയും പത്തിരിയും ബീഫും ചിക്കനും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ഷെഡിൻ്റെ ഉള്ളിൽ തന്നെ ഉള്ള സൗകര്യത്തിൽ എല്ലാവർക്കും നമ്മൾ അവിടെ ഇരുത്തി ഫുഡൊക്കെ കൊടുത്ത് രാവിലെ ഒരു 9-10 മണിയൊക്കെ ആയപ്പോഴായിരുന്നു കുറ്റിയടി പരിപാടി. അങ്ങനെ പരിപാടിയൊക്കെ കഴിഞ്ഞ് എല്ലാവരും പോയിട്ടുണ്ടായിരുന്നു. അസുവായും കൊച്ചും കൂടെ രാവിലെ തന്നെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ചെറിയതും അളിയനും അല്ലുമൊന്നും വന്നില്ല, അവർക്ക് വരാൻ പറ്റിയില്ല. അപ്പോൾ നമ്മളിത് വൈകുന്നേരം കാഞ്ഞിരപ്പുഴക്ക് പോകാൻ വേണ്ടി ഇറങ്ങിയതാണ്. അപ്പോൾ ഈ ആർഎക്സിന് ഭയങ്കര സൗണ്ടാണല്ലോ. അപ്പോൾ അസുവ അത് പറയുമായിരുന്നു, ഞാൻ ഈ വണ്ടി പോകുമ്പോൾ ചെവിയും പൊത്തിപ്പിടിച്ചിരിക്കേണ്ടതെന്ന്. അങ്ങനെ ഞങ്ങൾ നേരെ കോട്ടോപ്പാടത്തോട്ടാണ് പോയത്. അവിടെ കുഞ്ഞുമണി കാറുമായിട്ട് വന്നിട്ട് നമ്മളങ്ങനെ ഒരുമിച്ച് പോകും. അപ്പോൾ നമ്മൾ 3 കൂടെ ആർഎക്സിലും പോയി. കൊച്ചുവിനെ പുറകെ അമ്മു കൊണ്ട് ആക്കി തന്നു കേട്ടോ. പ്ലേ ബട്ടൺ കയ്യിൽ കിട്ടിയിട്ട് ഏകദേശം ഒരാഴ്ചയൊക്കെ ആയി കേട്ടോ. പക്ഷേ ഇതുവരെ നല്ല ഒരു ഫോട്ടോ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ ഷിനാജിനോട് പറഞ്ഞു നമുക്ക് എവിടെയെങ്കിലും പോയി കുറച്ച് നല്ല ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാമെന്ന്. അങ്ങനെ നമ്മൾ പോകുന്ന വഴി ഫവാസിനെ കയറ്റിയിട്ട് കാഞ്ഞിരപ്പുഴ എത്തി. ഞായറാഴ്ചയായിരുന്നു, അത്യാവശ്യം കുറച്ച് തിരക്കുണ്ടായിരുന്നു. അസുവാക്കാണെങ്കിൽ ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ ഇവിടെ എത്തിയിട്ട്. നമ്മൾ പാർക്കിൽ വന്നെന്നും പറഞ്ഞ് ഭയങ്കര തുള്ളിച്ചാടലായിരുന്നു. പിന്നെ ഞാൻ ഈ വീഡിയോയിൽ ഇട്ടിരിക്കുന്ന ഡ്രസ്സിൻ്റെ ലിങ്ക് ആരും ചോദിക്കരുത്, അത് ഞാൻ ഓൺലൈൻ വഴിയൊന്നും എടുത്തതല്ല. മിഠായിത്തെരുവിൽ നമ്മൾ പോയായിരുന്നല്ലോ, അപ്പോൾ അവിടെ നിന്ന് എടുത്തതാണ്. നല്ല അടിപൊളി ഡ്രസ്സാണ്. ഞാൻ ഈ ഒരു ഫോട്ടോഷൂട്ട് മനസ്സിൽ കണ്ടിട്ടാണ് ആ ഒരു ഡ്രസ്സ് എടുത്തത്. നമ്മൾ വന്നപ്പോൾ ഉള്ള ക്ലൈമറ്റ് അത്ര ശരിയല്ലായിരുന്നു കേട്ടോ. ചെറുതായിട്ട് മഴ പെയ്തായിരുന്നു. പിന്നെ ആകെ മൂടി കെട്ടിയ ഒരു അവസ്ഥയായിരുന്നു. പിന്നെ നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് അങ്ങ് ഒപ്പിച്ച്. എന്തായാലും ഞാൻ എടുത്ത ഫോട്ടോസൊക്കെ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ പോസ്റ്റ് ചെയ്തേക്കാം. അങ്ങനെ അസുവാനെ കുറച്ച് നേരം ഊഞ്ഞാലൊക്കെ ആടിച്ചിട്ട് ഓരോ ഐസ്ക്രീമൊക്കെ കഴിച്ച് കുറച്ച് നേരം നമ്മളവിടെ ഇരുന്ന്. അവിടെ നിന്ന് ഇറങ്ങാൻ നേരം അതിൻ്റെ ഒരു മൂലക്കായിട്ട് ചെറിയൊരു കളിപ്പാട്ടമൊക്കെ വയ്ക്കുന്ന ഒരു കടയുണ്ട് കേട്ടോ. അസുവ എങ്ങനെയോ അത് കണ്ടിട്ട് കരച്ചിലായിരുന്നു, അത് വേണോന്ന് പറഞ്ഞ്. പിന്നെ ഷിനാജ് കൊണ്ടുപോയി എന്തോ ഒരു മറ്റേ ഊതുന്ന ബബിൾസ് ഇല്ലേ, അത് വാങ്ങിച്ചു കൊടുത്തിട്ട് ആൾ പല സാധനം എടുത്തിട്ട് എനിക്ക് അത് മതി ഇത് മതി എന്നൊക്കെ പറഞ്ഞ് ലാസ്റ്റ് ബബിൾസ് വാങ്ങിച്ചിട്ട് നമ്മൾ അവിടെ നിന്ന് തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന വഴി ലൈറ്റായിട്ട് ജ്യൂസ് കുടിക്കാൻ വേണ്ടി കയറിയതാണ്. പിന്നെ എല്ലാവർക്കും ചെറുതായിട്ടൊരു ഷവർമ കഴിക്കാൻ മോഹം. എല്ലാവർക്കും എന്ന് പറഞ്ഞാൽ ഞാൻ ഷിനാജും കഴിച്ചില്ല കേട്ടോ. ഞാൻ ഇവർ ഓർഡർ ചെയ്തതെന്ന് കൈയിട്ട് വരി കുറച്ച് കഴിച്ച്. പിന്നെ ലൈമും അങ്ങനെ പല ഐറ്റംസ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. എൻ്റെ റോസ് മിൽക്ക് അവസാനമാണ് വന്നത്. ഓണം വെക്കേഷൻ ആയതുകൊണ്ട് കുറച്ച് ദിവസം നിൽക്കാൻ വന്നതാണ്. അപ്പോൾ അസുവാനെയും കൊണ്ടുവരാൻ ഞാൻ പറഞ്ഞപ്പോൾ കുറച്ച് ദിവസം അവരുണ്ടാവും.